എറണാകുളം ജില്ലയിലെ വിമതശല്യം ഒഴിവാക്കിയെന്ന ആത്മവിശ്വാസത്തിൽ കോൺഗ്രസ് കൊച്ചിയിലും പെരുമ്പാവൂരിലും വൈപ്പിനിലും പ്രചരണ രംഗത്ത് മുന്നേറി. UDF ഡാനി പോൾ ചേരുക. ഡാനി, വിമത പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, എൽദോസ് കുന്നപ്പള്ളിയുടെയൊക്കെ എതിർപ്പുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും കാര്യങ്ങൾ കുറച്ചുകൂടി തങ്ങളുടെ വഴിക്ക് വന്നുവെന്ന ആത്മവിശ്വാസം ഇപ്പോൾ UDFിലുണ്ടോ? രഞ്ജിത്ത്, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും പിന്നീട് ഈ സ്ഥാനാർത്ഥി നിർണയത്തിലേക്കെല്ലാം കടക്കുകയും ചെയ്തു. അതോടൊപ്പം ഇത് നീണ്ടുപോവുകയും ചെയ്തതോടെ വല്ലാത്തൊരാശങ്ക UDF ക്യാമ്പിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസിന് തന്നെയായിരുന്നു അതിൻ്റെ ആ ഒരു തലവേദന കൂടുതലുണ്ടായിരുന്നു. കാരണം തങ്ങളുടെ ഒരു മണ്ഡലങ്ങളിൽ, കുത്തകയായ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയം വൈകുന്നത് മൂലവും അതോടൊപ്പം തന്നെ ഈ സ്ഥാനാർത്ഥിയെ ചിലരെ മാറ്റാൻ തീരുമാനിച്ചതടക്കം വലിയ പ്രശ്നങ്ങൾ ഉയർത്തുന്നു. പ്രത്യേകിച്ച് പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിയെ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് വരെ ഉണ്ടായിരുന്നു. പിന്നീട് പ്രചാരണ രംഗത്തേക്കില്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പുറത്തു വരികയും ചെയ്തു. അങ്ങനെ ഒരു ആശങ്കകൾ നിലനിന്നിരുന്നു. കാരണം അവരുടെ ഒരു എറണാകുളം ജില്ല എന്ന് പറയുന്നത് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ സമാഹരിക്കാൻ കഴിയുന്ന ഒരിടമാണ്. അവിടെ തന്നെ ഇങ്ങനെയൊരു വിഷയങ്ങളുണ്ടാകുന്നത് ആത്മവിശ്വാസത്തെ വലിയ രീതിയിൽ തന്നെയാണ് ബാധിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അത് പൂർണ്ണമായും പരിഹരിച്ചു എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് നിലവിൽ കോൺഗ്രസ് ക്യാമ്പുകൾ. എൽദോസ് കുന്നപ്പള്ളി കഴിഞ്ഞ ദിവസം മുതൽ തന്നെ UDFിൻ്റെ കോൺഗ്രസിൻ്റെ പ്രചാരണ പരിപാടികൾ വളരെ സജീവമായിട്ട് തന്നെ പങ്കെടുത്തിരുന്നു. അന്ന് ആദ്യ ദിവസം അദ്ദേഹം പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം വേദിയിലേക്ക് വന്നില്ല, മറ്റു ചില കാരണങ്ങളുണ്ട്, നേരത്തെ പറഞ്ഞ പരിപാടികൾ എന്നെല്ലാം പറഞ്ഞ് മാറുന്നു. പക്ഷേ ഇന്നലെ മുതൽ തന്നെ വളരെ സജീവമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മനോജ് മുത്തേട്ടനും ഒപ്പം വേദി പങ്കിടുകയും ഒപ്പം പ്രചാരണ രംഗത്ത് സജീവമാകുകയും എല്ലാം ചെയ്തത് കോൺഗ്രസിന് വലിയ രീതിയിൽ ആശ്വാസം നൽകിയിട്ടുണ്ട്. ഒരുമിച്ച് പോകാമെന്ന വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. അവിടെ ഒരു പരിധിവരെയെങ്കിലും ഒരു അട്ടിമറി സാധ്യത LDF ഇങ്ങനെയൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥി വന്നാൽ അത് സാധ്യമാകും എന്നതെല്ലാം തന്നെ പരിഗണിച്ചിരുന്നു. പക്ഷേ അത് പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ടാണ് ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളി അവിടെ വളരെ സജീവമായി പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത്. കൊച്ചിയിലേക്ക് വരുമ്പോൾ കൊച്ചിയിലും ഈ രീതിയിലുള്ള ഒരു വിഷയങ്ങൾ നിലനിന്നിരുന്നു. അവിടെ ദീപ്തി മേരി വർഗീസും മുഹമ്മദ് ഷിയാസുമായിരുന്നു സജീവ പരിഗണനയിലുണ്ടായിരുന്നു. ഒടുവിൽ ആ ചർച്ചകൾ ഷിയാസിലേക്ക് എത്തിയപ്പോൾ ആ ദീപ്തി വലിയ രീതിയിലുള്ളൊരു പ്രതികരണം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ചില പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇല്ലാതെ തന്നെ ദീപ്തിയും KPCC കോൺഗ്രസിന് ആശ്വാസകരമായ മാറ്റങ്ങൾ അവരുടെ ശക്തി കേന്ദ്രമായ എറണാകുളത്ത് ഉണ്ടാകുന്നു എന്നുള്ളത് നിർണായകമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.